അലീന ഒരു കൊച്ചു കുഞ്ഞിനോട് സംസാരിക്കുന്നത് പോലെയാണ് ശരണ്യയോട് സംസാരിക്കുന്നത്. നീ ഒരു കാര്യവും ഓർക്കണ്ട, നീ ധൈര്യത്തോടെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ശരണ്യ പറയുകയാണ്, ചേച്ചി ഞാൻ അവൻ്റെ കൂടെ പോയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അലീന പറയുന്നു, നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അവൻ നിന്നെ ചതിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ നീ പോയത്. പെൺകുട്ടികൾ അങ്ങനെയാണ്, ആൺകുട്ടികളെ സ്നേഹിക്കും, അവരെ വിശ്വസിക്കും. ആളുകൾ പലതും പറയും, അവളെ പഠിക്കാൻ വിട്ടാൽ അവൾ പഠിക്കാൻ പോകണം, അവൾ എന്തിനാണ് ഇങ്ങനെ കറങ്ങി നടക്കാൻ പോയത്, അവൾ എന്തിനാണ് പ്രേമിക്കാൻ പോയത് എന്നൊക്കെ ആളുകൾ പലതും പറയും. പക്ഷേ നീ അതൊന്നും ചെവി കൊടുക്കരുത്. നമുക്ക് ജോലി കിട്ടി ബാങ്ക് ബാലൻസും ഒക്കെ ആയിട്ടാണോ എല്ലാവരും പ്രേമിക്കുന്നത്? അത് അങ്ങനെയല്ല ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നും മോളുടെ തെറ്റല്ല, മോൾ അങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്നിട്ട് അലീന പറയുകയാണ്, മോള് പോയി നന്നായിട്ട് മുഖം സോപ്പിട്ട് കഴുകിയിട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് അവളെ ബാത്റൂമിലേക്ക് പറഞ്ഞേക്കുകയാണ്. അവർ ചെന്നപ്പോൾ ശരണ്യ മുഖം കഴുകിയിട്ട് വന്ന് ഇരിക്കുകയായിരുന്നു. അവർ പെട്ടെന്ന് ചോറ് എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. അപ്പോൾ അലീന ആ ചോറ് വാങ്ങി ശരണ്യയ്ക്ക് വാരി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എനിക്ക് ഒരു അനിയത്തിയുണ്ട് രേവതിക്കുട്ടി, ഞാൻ അവൾക്കും ഇതുപോലെ ചോറ് വാരി കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരണ്യ കരയുന്നു. അപ്പോൾ എന്താണ് മോളെ എന്ന് ചോദിച്ചപ്പോൾ ശരണ്യ പറയുകയാണ്, സന്തോഷം കൊണ്ടാണ് ചേച്ചിയെന്ന്. ശരണ്യയ്ക്ക് നല്ല മാറ്റമുള്ളതുപോലെയാണ് തോന്നുന്നത്.